ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു. നമ്മുടെ ഹീറോ ഹോണ്ട പാഷൻ പ്രോ വണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ കംപ്ലയിൻസ് പറഞ്ഞാൽ ഫ്രണ്ടിൽ നിന്നൊരു സൗണ്ട്, അതുപോലെ ഫ്യൂൽ മീറ്റർ വർക്ക് ചെയ്യുന്നില്ല, ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല, ഇതൊക്കെയാണ് കംപ്ലയിൻറ്റ്. പിന്നെ അതുപോലെ ടാങ്ക് ഓവർ മാറ്റാം. നമുക്ക് ആ ഫ്യൂൽ മീറ്ററും ഹെഡ്ലൈറ്റും വർക്ക് ചെയ്യാത്ത കാരണം പറഞ്ഞാൽ നമ്മൾ ടാങ്ക് അയച്ചു കഴിഞ്ഞപ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്യൂൽ ഫ്ലോട്ടിൻ്റെ കണക്ഷൻ കൊടുത്തിരുന്നില്ല. അതായിരുന്നു ഫ്യൂൽ മീറ്റർ വർക്ക് ചെയ്യാത്ത ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യാത്തത് ഹെഡ്ലൈറ്റിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതായിരുന്നു ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യാത്തത്. ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിൽ ഒരു പാർക്ക് ബൾബ് കത്തിട്ടുണ്ട്, ചെറിയ ബൾബ് കത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ബൾബൊന്ന് മാറ്റിയിട്ട് നമ്മൾ റീസെറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ ഹെഡ്ലൈറ്റിൻ്റെ ആ ക്ലിപ്പിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ലൂസ് ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ വൈസറിൻ്റെ ഈ അടിഭാഗം പൊട്ടിയിരിക്കുന്നുണ്ട്, അതിൻ്റെ ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടാവും. അത് നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ ടാങ്ക് ഓവറും മാറ്റാൻ പറഞ്ഞാൽ ടാങ്ക് ഓവറും മാറ്റിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നിന്നുള്ള സൗണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ഫ്രണ്ടിൻ്റെ ഒരു സൗണ്ട് പറഞ്ഞാൽ ഈ മഡ്ഗാർഡാണ്. മഡ്ഗാർഡിൻ്റെ ഈ സൈഡൊക്കെ പൊട്ടിയിരിക്കണം, ഈ സൈഡും അതുപോലെ ഇവിടെയൊക്കെ പൊട്ടിയിരിക്കണം. അപ്പോൾ നമ്മൾ അഡീഷണൽ ഒരു സ്ക്രൂ കൊടുത്തിട്ട് അത് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും റിപ്പീറ്റ് ആ കംപ്ലൈൻറ്റ് കാണുന്ന സൗണ്ട്. അപ്പോൾ അത് നമ്മൾ ഫോർക്ക് കംപ്ലീറ്റ് ഫുള്ളായിട്ട് പിന്നീട് ഫോർക്ക് ഫുള്ളായിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഓയിലിൻ്റെ ഒരു കംപ്ലൈൻറ്റ്, ഫോർക്ക് ഓയിലിൻ്റെ ഒരു കംപ്ലൈൻറ്റാണ് ഫീൽ ചെയ്തത്. നമ്മളതൊന്ന് മാറ്റിയിട്ടൊന്ന് ഓടിച്ച് നോക്കുന്നുണ്ട്. അതിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് ഇപ്പോൾ നിലവിൽ ഒരു ഫോർക്ക് അടിക്കുന്ന കംപ്ലൈൻറ്റ് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫോർക്ക് ഓയിലൊന്നും മാറ്റിയിട്ടൊന്ന് നമ്മൾ ഓടിച്ച് നോക്കിയിട്ട് അതിൻ്റെ റിപ്പോർട്ട് പറയാം കേട്ടോ. പിന്നെ അതുപോലെ ഈ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഈ കേബിൾ ഒന്ന് മാറ്റിയിട്ടുണ്ടാവും, അതുകൊണ്ട് അതിൻ്റെ ഔട്ടർ നല്ല രീതിയിൽ വലിച്ചിരിക്കുക. അപ്പോൾ ഈ കേബിളും കൂടി ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഫോർക്ക് ഓയിലൊന്ന് മാറ്റിയിട്ടൊന്ന് ഓടിച്ച് നോക്കിയിട്ട് അതിൻ്റെ റിപ്പോർട്ടൊന്ന് പറയാം. ഓക്കെ.